കീവിന് മേൽ, അതായത് ഉക്രൈൻ്റെ തലസ്ഥാനത്തിലേക്ക് റഷ്യയുടെ ആക്രമണം എത്തിയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്നത് ഈ തലസ്ഥാനത്തേക്കിൻ്റെയൊക്കെ പെരിഫറിയിലേക്കാണ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് കോർ മേഖലയിലേക്ക്, പ്രധാന മേഖലയിൽ, സുപ്രധാനമായിട്ടുള്ള ഭരണ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന മേഖലയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ്. അതായത് ഉക്രൈനെ പൂർണ്ണമായിട്ടും പിടിച്ചടക്കി കഴിഞ്ഞു റഷ്യ പൂർണ്ണമായും പിടിച്ചടക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഇതുവരെ അന്തിമമായിട്ടൊരു ഉത്തരം നൽകാനായിട്ടില്ല. പക്ഷേ ഭൂരിഭാഗം പ്രദേശങ്ങളും റഷ്യയുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കീവിലെ ക്യാബിനറ്റ് കെട്ടിടത്തിലാണ് റഷ്യ ആക്രമണം നടത്തിയിട്ട്. ആ ആക്രമണത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് കണക്കുകളൊക്കെ. സമീപ പ്രദേശങ്ങളിലുള്ള റെസിഡൻഷ്യൽ ബ്ലോക്കുകളും ഒക്കെ ആക്രമിക്കപ്പെട്ടു, വലിയ പുകപടലങ്ങൾ കൊണ്ട് അവിടെ മൂടപ്പെട്ടു എന്നുള്ള കണക്കുകൾ. എന്നാൽ ഇവർ ഇത് വെറുതെ ഇരുന്നിട്ടില്ല, കീവ് തിരിച്ചടിച്ചിട്ടുണ്ട്. ഇത്രയും പ്രദേശം റഷ്യ പിടിച്ചെടുക്കപ്പെട്ടിട്ടും യുക്രൈൻ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് കീവിനെ ആക്രമിച്ചത് 800 ഡ്രോണുകളും 13 മിസൈലുകളും ഉപയോഗിച്ചിട്ടാണ് റഷ്യയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളത് സെലൻസ്കിയും പറഞ്ഞിട്ടുണ്ട്. 800-ലധികം ഡ്രോണുകൾ, 4 ബലിസ്റ്റിക് ഉൾപ്പെടെ 13 മിസൈലുകൾ, 4 ബലിസ്റ്റിക് ഉൾപ്പെടെ 13 മിസൈലുകളാണ്. പ്രാഥമിക വിവരങ്ങളൊക്കെ അനുസരിച്ച് നിരവധി ഡ്രോണുകൾ യുക്രൈൻ്റെയും ബെലാറസിൻ്റെയും അതിർത്തി കടന്നതായിട്ടും സെലൻസ്കി എക്സ് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഇവരും വെറുതെ ഇരുന്നിട്ടില്ല. യുക്രൈൻ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യയുടെ എണ്ണ പൈപ്പ് ലൈനിലേക്ക് ആക്രമണം നടത്തി എന്നുള്ളതാണ്. ആ യുക്രൈനെതിരായിട്ടുള്ള ആക്രമണം നടത്തി 3 മണിക്കൂറിനുള്ളിൽ, ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് പറയാം, അങ്ങനെയാണ് പറയുന്നത്. റഷ്യയുടെ ഡ്രൂഷ്ബ എണ്ണ പൈപ്പ് ലൈനിലാണ് പ്രത്യാക്രമണം നടത്തിയത് എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട്. യുക്രൈൻ്റെ ഡ്രോൺ സേനയുടെ കമാൻഡറായിട്ടുള്ള ബ്രോവ്ഡിയുടെ അഭിപ്രായത്തിൽ റഷ്യൻ ഊർജ്ജ സൗകര്യങ്ങൾക്ക് നേരെയുള്ള യുക്രൈൻ്റെ ആക്രമണം സമഗ്രമായിട്ടുള്ള ഒരു തീപിടുത്തം അവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. റഷ്യൻ എണ്ണ വിതരണത്തെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുണ്ട്, ഹംഗറി, സ്ലോവാക്യ പോലുള്ളവ. അപ്പോൾ അവിടേക്കുള്ള ഒരു പ്രധാനപ്പെട്ട എണ്ണ കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് ഇപ്പോൾ ആക്രമണം നടത്തി തകർത്ത് കളഞ്ഞിട്ടുള്ള പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. സംഘർഷം അതീവ രൂക്ഷമാകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിലൂടെ വരുന്നത്. സംഘർഷം രൂക്ഷമാകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ്, റഷ്യക്കൊപ്പം നിൽക്കുന്നവരുണ്ടോ എന്നുള്ളതാണ്. പടിഞ്ഞാറിന് പക്ഷേ പ്രധാനമായിട്ടും റഷ്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഇത് തീക്കളിയാണ് എന്നുള്ള രീതിയിൽ. ഏതാണ്ട് 2025 സെപ്റ്റംബർ 7 അൽ ജസീറ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ 1291-ാമത്തെ ദിവസത്തിലേക്കാണ്. ഏതാണ്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട്. നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഡോൺബാസ് മേഖലയിൽ റഷ്യൻ സൈന്യം 100,000-ഓളം സൈനികരെ വിന്യസിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. ഇതൊരു പുതിയ ആക്രമണത്തിന് റഷ്യ ഒരുങ്ങുന്നു എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള, എല്ലാ ലോകരാജ്യങ്ങളും ഇത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് വരുന്നത് കൂടി. ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് സൈനിക സഹായവുമായി സംബന്ധിച്ചിട്ടാണെങ്കിൽ US ഒഴികെയുള്ള 26 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സഖ്യം, ആ സഖ്യം യുക്രൈന് സൈനിക സഹായം നൽകാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഏതാണ്ട് 26 രാജ്യങ്ങളോളമാണ് നൽകുന്നത് എന്നുള്ളത്. അപ്പോൾ യുദ്ധം അവസാനിച്ചാലും യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. എന്നാൽ റഷ്യ ഇതിനൊരു മുന്നറിയിപ്പുമായിട്ട് രംഗത്തും വന്നിട്ടുണ്ട്. ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പടിഞ്ഞാറൻ സൈനികർ യുക്രൈനിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള സൈനികർ, ഏതെങ്കിലും രാജ്യത്തെ സൈനികർ യുക്രൈനിലേക്ക് വരികയാണെങ്കിൽ അത് റഷ്യയുടെ നിയമാനുസൃതമായിട്ടുള്ള ലക്ഷ്യമായിരിക്കും, യുദ്ധം കൂടുതൽ വഷളാക്കുമെന്നുള്ളതാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത്. ഇതേ കാര്യത്തിൽ തന്നെ അന്താരാഷ്ട്ര ഭിന്നതയും നിലനിൽക്കുന്നുണ്ട്. യുക്രൈന് പിന്തുണ നൽകുന്നതിൽ യൂറോപ്പും അമേരിക്കയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ളത് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ റിപ്പോർട്ടുകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, രണ്ട് ശക്തികളും തമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത്. യൂറോപ്പ് സൈനിക സഹായം നൽകാൻ തയ്യാറാണെങ്കിലും ഈ നീക്കങ്ങളെ ചിലർ വെറുമൊരു നാടകമായിട്ട് മാത്രമാണ്
അതായത് പറഞ്ഞു പറ്റിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. യുക്രൈന് ഈ 26ഓളം രാജ്യങ്ങൾ സഹായം നൽകുമെന്ന് പറയുന്നത് വെറുതെ ഒരു ഗിമ്മിക്ക് മാത്രമാണ് എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യൻ സൈന്യത്തിൻ്റെ നീക്കങ്ങൾ യുദ്ധത്തിൻ്റെ ഗതിയെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിലാണ് എല്ലാവരും ആശങ്ക കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്തായാലും വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ റഷ്യ സ്വാഭാവികമായും യുക്രൈനെ പിടിച്ചടക്കാനുള്ള സാധ്യത തന്നെയാണ്. ഒരുപക്ഷെ ഇത് ഈ ഒരു കലാശക്കൊട്ടാകാനുള്ള സാധ്യതകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പലതവണ മുന്നറിയിപ്പ് നൽകി ഈ ട്രംപ് വന്നിട്ട് ട്രംപുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ട്രംപിൻ്റെ സംസാരം എന്ന് പറയുന്നത് മുഖവിലക്കെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു രണ്ട് രാജ്യത്തിൻ്റെ പ്രതിനിധികൾ തമ്മിൽ സംസാരിക്കാൻ ഉണ്ടാകുന്ന ജസ്റ്ററുകളല്ല ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ട്രംപ് അപ്പോൾ പറയുന്നത് എന്താണ് എന്നുള്ളത് ഒരു മിനിറ്റ് കഴിഞ്ഞ് ട്രംപിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിനും അറിയില്ല. അപ്പോൾ ട്രംപിൻ്റെ നിർദ്ദേശങ്ങളെ റഷ്യ അപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്, തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ യുക്രൈനിയൻ പ്രസിഡൻ്റായുള്ള സെലൻസ്കിയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് രാജ്യത്തിൻ്റെ എന്താ പറയുക മേധാവികൾക്കും അറിയാം, പ്രസിഡന്റുമാർക്കും അറിയാം ഇങ്ങേര് പറഞ്ഞിട്ടുള്ളത് ഒന്നും നടപ്പാക്കാൻ പോകുന്ന കാര്യമല്ല. ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു തീർപ്പുണ്ടാകാൻ പോകുന്നില്ല. സെലൻസ്കി മറ്റ് രാജ്യങ്ങളെ കൂട്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി അമേരിക്ക ഒന്നും നൽകില്ല, സഹായങ്ങളൊന്നും നൽകില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലല്ലേ ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക പ്രതീക്ഷ വയ്ക്കാവുന്ന യുദ്ധമില്ലാത്ത ഒരു യുക്രൈൻ റഷ്യ നാളുകൾ വരുമോ എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം റഷ്യ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ്. നമ്മൾ ആദ്യമൊക്കെ ചില ചാനലുകളിലൊക്കെ പറഞ്ഞു ഈ പറയുന്ന സെലൻസ്കിക്ക് നാട് വിട്ടു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവും, സെലൻസ്കിക്ക് വളരെ വലിയ നിക്ഷേപങ്ങൾ മറ്റ് രാജ്യങ്ങളിലുണ്ട് എന്നുള്ളതൊക്കെയും ഒരു പക്ഷേ അതിനുള്ള സാധ്യതകളായിരിക്കില്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സെലൻസ്കി അഴിമതിക്കാരനാണെന്നുള്ളത് ആദ്യം മുതലേ കേൾക്കുന്ന കാര്യമാണ്. സെലൻസ്കിക്ക് ഉണ്ടായ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 പടിയിറങ്ങി പോകേണ്ട ആൾക്ക് പിന്നെയും ഭരണം തുടരാനായി എന്നുള്ളതാണ്. ഇനിയും ഈ പറയുന്ന യുദ്ധത്തിൻ്റെ പേരിൽ വരുന്ന കോടിക്കണക്കിന് ഡോളർ വരുന്ന ഫണ്ടുകൾ അടിച്ചു മാറ്റാൻ കഴിയും, വിദേശ രാജ്യത്തേക്ക് കടന്നു കളയാനും പറ്റും. ഉക്രൈൻ പൂർണ്ണമായിട്ടും റഷ്യ പിടിച്ചടക്കി അവരുടേതാക്കുകയും ചെയ്യും. കാരണം അതിൻ്റെ അകത്ത് വലിയ റഷ്യൻ പോപ്പുലേഷനുണ്ട്. ഉക്രൈനിയൻ എന്ന് പറയുന്ന ദേശീയതയൊന്നും വലിയ പ്രസക്തമായിട്ടുള്ള ദേശീയതയൊന്നുമല്ല, അവർ വളരെ ചുരുക്കമാണ് അവിടെ. അവിടുത്തെ റഷ്യക്കാരുടെ ജീവിതം ഈ പറയുന്ന സോവിയറ്റ് കാലത്ത് കുടിയേറിയ റഷ്യക്കാർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് റഷ്യയോടൊപ്പം ചേരാൻ തന്നെയാണ് താല്പര്യം. എങ്ങനെയാണോ ഈ ക്രിമിയയൊക്കെ ചേർന്നതുപോലെ അതുപോലെ ഉക്രൈൻ റഷ്യയുടെ ഭാഗമാകും. അന്ന് ഈ പറയുന്ന ആയുധങ്ങൾ ഇറക്കി കളിച്ചവരെല്ലാം നാണം കെടുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.